കാവിൻ്റെ ശ്വാസനാഡിയായിരുന്നു നിലാവിൽ അഭൗമകാന്തിയോടെ വിളങ്ങി നിന്ന ചെമ്പകമരം. ചെമ്പകപ്പൂ ഗന്ധം നിറയുന്ന കാവിലൂടെ കളിയും ചിരിയുമായി ഓടി നടന്ന ബാല്യകൗമാരങ്ങൾ. ഒടുവിൽ ഓർമ്മയുടെ ആ ഞരമ്പും വേരറ്റു വീണു. ആ കഥ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. തെടനാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലാണ് പൂഞ്ഞാർ ഗണപതി മഠം നാരായണനമ്പ്രാനെ കണ്ട് കുടുംബക്ഷേത്രത്തിലെ താന്ത്രിക അവകാശം സംബന്ധിച്ച് ഉന്മേഷ് ചർച്ച നടത്തിയത്. ക്ഷേത്രം തന്ത്രി എന്ന സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ഉന്മേഷ് ആവശ്യപ്പെട്ടു. അല്പനേരം ചിന്തിച്ച ശേഷം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ശ്രീകോവിൽ നിർമ്മിക്കാനും ഉപദേവതകൾക്കുമുള്ള നിലമൊരുക്കാനുമുള്ള ധനസഹായം ഉല്ലാസ് സഹോദരൻ ഉന്മേഷിന് നൽകിക്കൊണ്ടിരുന്നു. തറവാട്ടിൽ നിന്ന് മുരളീധരൻ നായർ, പുത്തമ്പുരയ്ക്കൽ ജയൻ, പുതുശ്ശേരി കണ്ടത്തിൽ രവിദാസ് എന്നിവർ തൂമ്പയും കൈക്കോട്ടുമായി കാവിലേക്ക് കയറി. 1 മാസത്തെ ശ്രമദാനമാണ്. കാവിൽ നിന്ന പനച്ചിമരം ഇതിനോടകം കടപുഴകിയിരുന്നു. വലിയ പനയും വിട്ടുവീഴ്ത്തി. പിന്നെയുള്ളത് ചെമ്പകമരമാണ്. ശ്രീകോവിലിന് മുന്നിൽ വരുന്നതിനാൽ മരം വെട്ടുക തന്നെ വേണം. പക്ഷേ മരം കണ്ടാൽ ആരും ഭ്രമിച്ചു പോകും. പലരും സർപ്പക്കാവ് കണ്ടതോടെ ഭയത്തോടെ മരം വെട്ടാതെ തിരിച്ചുപോയി. അങ്ങനെയിരിക്കെ മേച്ചേരിൽ തങ്കപ്പൻ നായർ നേതൃത്വത്തിൽ കൂരാലിയിൽ നിന്ന് വിദഗ്ധരായ മരം വെട്ടുകാരെ കൊണ്ടുവന്നു. സർപ്പക്കാവ് കണ്ടതോടെ അവരും പിന്തിരിഞ്ഞു. എന്തു ഭവിഷ്യത്തുണ്ടായാലും അതെല്ലാം ഞാൻ ഏൽക്കാമെന്ന് ദേവഭൂമിയിൽ നിന്ന് തങ്കപ്പൻ നായർ വിളിച്ചു പറഞ്ഞു. പിന്നീട് മരത്തോട് അനുവാദം ചോദിച്ച ശേഷമാണ് ചെമ്പകമരം അവർ വേരോടെ മുറിച്ചു മാറ്റിയത്. 4 വർഷം മുമ്പ് മേച്ചേരിൽ തങ്കപ്പൻ നായർ തന്നെ ഈ ചെമ്പകമരം ക്ഷേത്രവളപ്പിൽ നട്ടുപിടിപ്പിച്ചു എന്നതും കാലത്തിൻ്റെ കാവ്യനീതി.